ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും മല്യ ബ്രോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓണാഘോഷം. നമ്മളെ കോസ്റ്റ്യൂമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓണാഘോഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ ആഘോഷം നമ്മൾ ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോൻ്റെ കൂടെയാണ്. ഇവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നമ്മളെ ഫിറ്റ്നസ് സെൻറ്ററിലുള്ള ഓണാഘോഷമാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കളറായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഡ്രസ് കോഡ് ബ്ലാക്കാണ്. അപ്പോൾ ഞങ്ങളെന്ത് വിചാരിച്ചു, ഞങ്ങളും ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ കാണൂലല്ലോ. അപ്പോൾ നമ്മളത് കളറാക്കി കത്തുവോ. അപ്പം നമ്മുടെ പരിപാടി നടക്കണ മേലെയാണ്. എല്ലാവരും ഉണ്ട്, ഒരുപാട് സ്റ്റുഡൻസും മാഷും ഒക്കെ മേലെയാണ്. എല്ലാവരും ഇവിടെ തുടർന്നല്ല പരിപാടി. പരിപാടി മേലെടാ. ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് എല്ലാവരുടെയും ഒരു ഓണാഘോഷ പരിപാടികൾ. ഇവിടെ ഓരോ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. എല്ലാവരും ഓണത്തിൻ്റെ പരിപാടികൾ. ഇത് നമുക്ക് നേരെ നമ്മളെ നൈസ് പൂക്കളൊക്കെ ഉണ്ട്. എല്ലാവരും ഓണം മൂടിലാണ്. വെറൈറ്റി കോസ്റ്റ്യൂമൊക്കെ ഉണ്ട് അല്ലേ. ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഷർട്ടാണ്. ആ ഷർട്ട് വാങ്ങിച്ചു അത് പൊളിച്ചു. സീനോട്ടം ആ അതിന്റെ വേറെ ഉണ്ട്. നമ്മൾ ഓണപരിപാടി ഇന്ന് ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോന്റെ കൂടെയാണ്. അല്ല അടിപൊളി പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പൂക്കളൊക്കെ സെറ്റ് ആക്കിയിട്ട് ആളുകളൊക്കെ ഇവിടെ പരിപാടികളിലാണ്. ഞങ്ങളെ കോസ്റ്റ്യൂമിനെ പറ്റി എന്താ അഭിപ്രായം നിങ്ങൾ അവിടെ പറയണം. ഓക്കെ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഡ്രസ് കോഡ് പറഞ്ഞാൽ ബ്ലാക്കാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്തു, കളറാക്കി. നമ്മൾ കൊണ്ടുപോകണം. ഇവിടെ എല്ലാരും പറയണേ നമ്മള് ജിമ്മിന് ഒന്നുമില്ല ഓണം കൊണ്ടുപോയെന്ന് അറിയണേ. ജിമ്മിന് എപ്പോഴേലും വരലുള്ളൂ. പക്ഷെ പരിപാടി എപ്പോഴും സ്റ്റാർട്ട് ആവുക ഇതാണ്. ഞങ്ങളെ എല്ലാമുള്ള ഷെഫീഖ് സാറിനെ നമ്മൾ നടത്തി പരിചയപ്പെട്ടു. ഇതാണ് നമ്മളെ രാജേട്ടൻ. ഞങ്ങളെല്ലാം വലിയ രാജേട്ടൻ. ഇതെന്താ മറന്നിട്ട്. അപ്പൊ ജിമ്മോണം കണ്ടോളി. പള്ളിക്ക് മക്കളെ, ഇപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം എല്ലാവരും എത്തി തുടങ്ങുന്നുള്ള മട്ടിലാണ് കേട്ടോ. ആ മൊബൈലൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. ഹലോ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഒന്നും കൂടെ എനർജറ്റിക് ആവോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇന്ന് നമ്മുടെ ഫിറ്റ് ആൻഡ് ഫൈൻ്റെ ദേശീയോത്സവമാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് അടിപൊളിയാക്കണം. എല്ലാവരും റെഡിയല്ലേ? ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒക്കെ നമ്മളെ മഴക്കനുസരിച്ച് വേണം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് കുറച്ച് ആക്ടിവിറ്റീസുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിജയിച്ച ആളുകൾക്ക് ആകർഷകമായ അടിപൊളി സമ്മാനങ്ങൾ. പിന്നെ അതോടൊപ്പം നമ്മളെ തിരുവാതിര സെഷൻ, മെഗാ തിരുവാതിര സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏകദേശം 5 o'clock ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ലേഡീസ് ജെന്റ്സ് ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, പരിപാടികൾ ഓരോന്നായിട്ട് മിക്സ് ആയിട്ട് തന്നെ നമുക്ക് നടത്താം.
അപ്പൊ എല്ലാവർക്കും സർപ്രൈസ് ആയിട്ടുള്ള ആരും അറിയോന്ന് എനിക്കറിയില്ല, എങ്കിൽ കൂടി നമ്മളെ മാവേലിയെ സ്വീകരിക്കാനായോ? വിടാനായോ? മാവേലിയെ വിടാനായോ? ആയോ? ആയോ? റെഡി? എല്ലാവരും ഫുൾ സപ്പോർട്ടില്, ഫുൾ അടിപൊളിയായി നല്ലൊരു സ്വീകരണം കൊടുക്കണം മാവേലിക്ക്. ഓണം മൂട്, മാവേലി മൂട്. ഓക്കെ ആയോ? മാവേലി റെഡിയായോ? മാവേലിയുടെ ഒപ്പന കളിച്ചിട്ടൊന്നും വരരുതേ. ആയോ? മാവേലിയുടെ എൻട്രി ആയോ? ആയോ റിയാസ് ഭായ്? ആയോ? ഓണമൂട് എല്ലാരും ഒന്ന് മാവേലിനെ തൊട്ട് നമിച്ചോളൂ. മാവേലി തങ്ങളാണ്. ഇവരെ കണ്ടെ പരിചയപ്പെടാൻ നിൽക്കുകയാണ്, ചോദിക്കാൻ. അപ്പൊ ഓക്കെ, അല്ല എന്നാ എന്ത് ചെയ്യാന്ന് അറിയാം, നമ്മളെ ഗെയിം ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ 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 നമ്മളെ ഗെയിംസുകളെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ ആദ്യ ഗെയിംസ് എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. ഹൈറ്റ് പ്രശ്നമല്ല. മാവേലിന്റെ ഒരു സെൽഫി എടുക്കാം. മുനീർ അവിടെ ഇരിക്കല്ലേ? നമ്മളെ മാവേലി. ഹലോ ഹലോ ഹലോ, ഇതൊന്ന് സുൽത്താനൊന്ന് പൊട്ടിച്ച, ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ച. ആദ്യ ഗെയിം എന്താണെന്ന് നോക്കാം. നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പങ്കെടുക്കുമല്ലോ. ഓക്കെ, ഞാൻ ആദ്യം എന്ത് ചെയ്യാം, ഇതിന്റെ ഡെമോ സെഷൻ ഒന്ന് ചെയ്യാം. ഒന്നുമില്ല, അതെന്താണ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റ് എന്ത് ചെയ്യാം? ഹലോ, അപ്പൊ നമ്മൾ ആദ്യ മത്സരം എന്താന്നുള്ളത് നമ്മളെ മാഷ് പറഞ്ഞുതരും. യെസ്, ഇത് ബിസ്ക്കറ്റ്. ഓക്കെ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, ഇത് കറക്റ്റ് ഈ ബെഞ്ചിൽ ഇരുന്നിട്ട് കറക്റ്റ് നെറ്റിയിൽ വെക്കുക. ബിസ്ക്കറ്റ് എടുത്ത് നെറ്റിയിൽ. ഓക്കെ, നെറ്റിയിൽ വെച്ചിട്ട് ഈ ബിസ്ക്കറ്റ് എങ്ങനെയെങ്കിലും ഇത് വായിലെത്തിക്കണം. ഓക്കെ, ആദ്യം വായിലെത്തിക്കുന്ന ആള് വിന്നർ. അതായത് മുഖത്തിന്റെ ഏത് എക്സ്പ്രഷൻ അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളൊന്നും കൈവക്കുക. അപ്പൊ നമ്മള് ഗെയിം എന്താണെന്ന് വെച്ചാല്, ബിസ്ക്കറ്റ് ഇതാ നെറ്റത്ത് വെക്കും, എന്നിട്ട് കൈ ഉപയോഗിക്കാതെ അത് ഹീറ്റ് വായിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആളുകളാണിത്. നമ്മളെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതാ നെറ്റത്ത് വെച്ച് ബിസ്ക്കറ്റ് വായിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, ട്രയലാണ്. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സമയം പോയിക്കൊണ്ടിരിക്കണോ? അതെ, ബിസ്ക്കറ്റ് കച്ചറ. ആരാണ് ഫസ്റ്റ്, ആരാണ് സെക്കൻഡ്, ആരാണ്?
കൂടെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നോക്കാൻ ആള് വേണം, ശ്രദ്ധിക്കണം. അപ്പൊ ഗൈസ്, ആദ്യത്തെ മത്സരത്തിൽ വിജയിക്കുള്ള സമ്മാനം കൊടുക്കാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഫിറ്റ് ആൻഡ് ഫൈനലാണ്, നമ്മളെ ഫിറ്റ്നസ് സ്റ്റുഡിയോയിലാണ്. അപ്പൊ സമ്മാനങ്ങൾക്ക് അതിൻ്റെതായ ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് സമ്മാനം കൊടുക്കുന്നത്? രാജുവേട്ടൻ സമ്മാനം നൽകുന്നത്. രണ്ടാം സമ്മാനം നേടിയ നമ്മളെ വൈകുന്നേരത്തേക്ക് 20 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഇക്കത് പോരാന്ന് പറയണേ, സമ്മാനം പോരാ. അപ്പൊ നമ്മളെ സായിനാഥ സാറല്ലേ, നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയല്ലേ? നമ്മളെന്ത് ചെയ്യും, ഈ ഗ്ലാസുകൾ ഇങ്ങനെ അടുക്കി വെക്കും. എല്ലാവരും ശ്രദ്ധിക്കട്ടോ, മാഷ് ഡെമോ കാണിച്ചിരുന്നതാണ്. മാറി എന്നാലേ എല്ലാവർക്കും കാണുള്ളൂ. ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചിട്ട് ആ ഗ്ലാസ്സിനെ ഇങ്ങനെ പൊക്കി അടുത്ത ഗ്ലാസിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, അങ്ങനെ ഒരു ടവർ രൂപത്തിലാക്കാം. 3, 2, 1 അങ്ങനല്ലേ മാഷേ? ഇവിടെയുള്ള ആളുകൾക്ക് കാണൂല. അടിയിൽ 3, 2, 1. കൈ തൊടുന്ന നോക്കണേ. ഏറ്റവും വൃത്തിയായി ചെയ്യുന്നവർക്കാണ് ഫസ്റ്റ്. ഫസ്റ്റ് സെക്കൻഡ് ആയി അവിടെ. അതെന്തായിരുന്നു, അതിനാണോ? ഇനി എന്ത് ചെയ്യാം, ഓരോ ഗ്ലാസും എടുത്തിട്ട് റെഡി. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ആവേശകരമായ മത്സരം സെക്കൻഡ്, അതിനാൽ ഫസ്റ്റ്. ഓക്കെ, ഇപ്പൊ നടന്ന മത്സരത്തിലെ വിജയിക്കുള്ള സമ്മാനം അതല്ല, ഒരു ബാറുണ്ട്. ഹലോ, ഇനി ബെഞ്ചൊന്ന് മാറ്റി വെച്ച്. ഓണാഘോഷം ജിമ്മിലായതുകൊണ്ട് ആസ് യൂഷ്വൽ പുഷപ്പ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. മാഷ് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാണ്. അതിനുശേഷം ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വോയിസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും അവസാനം വിജയിച്ചത് ഇവനാണ്. എല്ലാവരെയും പരാജയപ്പെടുത്തി ഇവൻ സമ്മാനം നേടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാലിന്റെ അടുത്ത് കൈ കുത്തുക.
സെക്കൻഡ് ജമ്പ് ചെയ്യാം, തേർഡ് അഗൈൻ ജമ്പ് ചെയ്യാം, ഫോർത്ത് ഇതിനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതാ കണ്ടോളി, ഡബിൾ കാണിക്കാണ്. യെസ്, ആണോ ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് Come on, 40. ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പ. മണ്ണില്ലടാ ഇവിടെ. എന്തോ പരിപാടിയാണ് ഏകദേശം 10 ആള്. ഓക്കെ, അപ്പൊ ലേഡീസിന്റെ ഭാഗത്തുനിന്നും 10 ആള്. ഇങ്ങനെ തന്നെ പോകണ്ടോ? സ്റ്റെപ്പ് കാണാൻ പറ്റില്ല. അവിടുന്ന് ബലൂണ് തരും, അത് വാങ്ങിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കൈ ആ ബലൂണ് വാങ്ങിയിടുവാ കൈകൊണ്ടല്ലേ ഞാൻ തിരിഞ്ഞു വേഗം പാടാ. രാജേട്ടാ ബലൂണ് വാങ്ങി എന്നിട്ട് രാജേട്ടന്റെ ഫ്രണ്ടിലോട്ട് ഇവിടെ അല്ല വണ്ടി തിരിക്ക് കയ്യോട് തുടങ്ങുന്നത് കയ്യോട് തുടങ്ങുന്നത് ആ പോട്ടെ ചാടുന്ന ആള് ഇനി ഇതിന്റെ ജഡ്ജിമെന്റ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഒരു മിനിറ്റ് നിങ്ങളൊന്നും ഇവിടെ ശ്രദ്ധിക്കുക. ഹലോ, ആദ്യം ഈ 2 ആളാണ് പോവുക. ഫ്രണ്ടിലുള്ള 2 ആളാണ് ബലൂൺ കൊണ്ട് പതുക്കെ പോയാൽ സാധനം പോവും. പതുക്കെ തിരിഞ്ഞ തിരിയുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. തിരിയുമ്പോ ശ്രദ്ധിക്കണം. പതുക്കെ തിരിയണം. പെൺപുലികൾ അവിടെ ആൺപുലികൾ സിയാമിന്റെ നേതൃത്വത്തിൽ ഇത് നോക്കണം. ഓല് കൈയോണ്ട് പിടിക്കുന്നുണ്ട്. പറ ഫൗളാണ്. അപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന ഇഞ്ച് പോരാട്ടാണ്. അവിടെ അവര് ജോയിന്റ് ആവുന്നു. നല്ല അടിപൊളി ഗെയിമുണ്ട്. അല്ല, മുന്നേ പോയ ആൾക്കാർക്ക് പിന്നെ കയറാൻ പറ്റുമോ? അതെ പറ്റുമോ? എന്നാ പറയണ്ട. എന്നാ ഞാനാണ്. എത്ര ബലൂണായി? 10 അവിടെ. മത്സരിക്കുന്ന ആളുകളെ പ്രത്യേകത 1 മിനിറ്റ് കൂടെ സമയം തരും. അതിനടക്കം എന്തത് പരിപാടി?
ഓല് കള്ളകളിയാണ്. ഒന്നാമത് ലേഡീസിന് അവിടെ ഇരുന്ന് പിന്നെ ഓല് തിരുവാതിരക്ക് ശേഷം വടംവലി തിരുവാതിരനെ കുറിച്ച് അപ്പൊ ഇനി ഒരു പ്രധാനപ്പെട്ട പരിപാടി ഉണ്ട്, തിരുവാതിര. അത് ചെറിയ തിരുവാതിര എന്നുള്ള 150ഓളം സ്ത്രീകൾ പങ്കെടുക്കുന്ന തിരുവാതിര, 150 ആൾക്കാർ. അടാറ് പരിപാടിയാണ്, ആരും മിസ്സാക്കണ്ട. 150 പെൺകുട്ടികൾ. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 പരിപാടിയാണുള്ളത്. ഒന്ന് ടെഗ് ഓഫ് ആർ വടംവലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നുള്ളത് തിരുവാതിര കളിയാണ്. നേരത്തെ പറഞ്ഞ തിരുവാതിര കളിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ സൗണ്ട് അവിടേക്ക് എത്തിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഏൽപ്പിച്ചിരുന്ന സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട്, ബാറ്ററിയുടെ പ്രശ്നം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെ സൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കാറിൽ കണക്ട് ചെയ്തിട്ടായാലും പരിപാടി നടത്തും. ഓക്കെ, ഉണ്ടാക്കാൻ പറ്റും നോക്കാം. വടംവലി കാറ് പോലെ സൗണ്ട് ഇല്ല. ഗൈസ്, അപ്പൊ നമ്മുടെ തിരുവാതിര ടീം ഇവിടെ സെറ്റായി. എല്ലാരോടും ഒന്ന് കൈ ഇങ്ങനെ വെക്കരുത്. എല്ലാരും ഈ കയ്യാകരത്തിനെ പിടിച്ച് ഇന്ന് കൈ അകലത്തിൽ മതി. സെറ്റല്ലേ? ഗൈസ്, അപ്പൊ നമ്മുടെ തിരുവാതിരക്കുള്ള വിളക്ക് കൊളുത്തുകൊണ്ടിരിക്കണ്ടോ. സൗണ്ടില്ല, സൗണ്ടില്ല. കിട്ടില്ലേ? എടാ, മാവേലി ഫുൾ മാവേലി മൂടാണ്. മാവേലി മൂട്, ഒന്നും പറയല്ല. പറയേ, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ തിരുവാതിര? അടിപൊളി. നിങ്ങൾ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു? അപ്പൊ എല്ലാവർക്കും കേട്ടില്ലേ? കൊണ്ടായി ഓണം കൊണ്ടായി വിനോട്ടാ കൊണ്ടായിട്ടോ.
എങ്ങനെയുണ്ട് നമ്മളെ പരിപാടി? അടിപൊളിയല്ലേ? സെറ്റല്ലേ? നമ്മള് പ്രതീക്ഷകൾ ഉഷാറായില്ലേ? സെറ്റ്. എന്താ പരിപാടി? ഗൈസ്, എന്താണ് നമ്മുടെ പരിപാടിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. എനിക്കിപ്പോ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് എനിക്ക് പായസത്തിലാണ്. എനിക്ക് തിരുവാതിര അതിന് ശേഷമുള്ള ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഇഷ്ടപ്പെട്ടു. ഫോർ മീ ഫസ്റ്റ്. നല്ല ഒരുമ. രസകരമായ ഉടമ്പിലാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണ്. ശരത് സാർ ഇവിടെ ഉണ്ട്. കൗത്തുകടയൊക്കെ ഇട്ടിക്കണു ഗൈസ്. പോയാടുന്നു മാധ്യമങ്ങളായി അതൊക്കെ ഈ ടീം അങ്ങനെ ജയിച്ചിരിക്കുന്നു. ഓടിക്കോ ഓടിക്കോ, ഇവിടെ നിൽക്കണ്ട, ഓടിക്കോ. രാത്രി ഏറെ ആവേശകരമായൊരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാവേലി ഡ്രസ്സൊക്കെ മാറ്റി വടംവലിക്ക് വന്നിട്ടുള്ളതാണ്. ഇതാ മിക്സഡായിട്ടാണ് വലിക്കുന്നത്. അടിപൊളിയാണ്. ഇനി വടംവലിയുടെ ആരവങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, മാവേലിനെ കൂട്ടുപിടിച്ചിട്ടാണ് സഞ്ജു ഒരു ലക്ഷ്യമില്ല. പ്രൊഫഷണൽ വലിക്കാരനാണ് സഞ്ജു. അതേമാതിരി തന്നെ ഇപ്പുറത്ത് ഒട്ടും മോശമല്ല. ഷാമിലിന്റെ നേതൃത്വത്തിൽ ശക്തമായ ടീം, ഏറ്റവും നല്ല രണ്ട് ടീമുകളെ തമ്മിലെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ആവേശകരമായ വലിയാണ് നടക്കുന്നത്. ആവേശമല തല്ലുന്ന വലി. അതെ അതെ, ഒരു ഇഞ്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അപ്പുറത്തും ശക്തമായ ടീം, ഇപ്പുറത്തും ശക്തമായ ടീം. അനങ്ങുന്നില്ല വട അനങ്ങുന്നില്ല. മാവേലി കമാൽ സഞ്ജു ഫുള്ളായിട്ട് വലിച്ചു നിർത്തിയാണ്. ഇല്ലല്ല, പോയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. വടത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. ഷാമിൽ ഇവിടെ വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയാണ്. ആവേശകരമായ വലിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സെക്കൻഡ് എത്തും. ഈ വലി അവസാനിക്കില്ല, അവസാനിക്കാൻ പോകുന്നില്ല. ആവേശം നിറഞ്ഞു നിൽക്കുന്ന മാവേലിയൊക്കെ പിടുത്തമിട്ട് സഞ്ജു വിട്ടു. അതാ ഷാമിലിന്റെ ടീം ജയിച്ചിരിക്കുകയാണ്. അവസാനതാ ഷാമിലിന്റെ ടീം വിചാരിച്ചിരിക്കുന്നു. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഷാമിലിന്റെ വാശിക്ക് മുമ്പിൽ അവസാനം സഞ്ജുവിന് കീഴടങ്ങേണ്ടി വന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നുണ്ടായിരുന്നത്. ഓക്കെ, ഈ വടംവലിയിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരം ഇത് തന്നെ ആയിരിക്കും. കറണ്ട് പോയി ഗൈസ്. കറണ്ട് പോയി ഗൈസ്. കറണ്ട് പോയി. ഓ മൈ ഗോഡ്, കറണ്ട് പോയി ഗൈസ്. പക്ഷെ നമ്മൾ തളരൂല. ഒരേപോലെ ലൈറ്റ് പോയി. കറണ്ട് പോയാലും ഞങ്ങൾ പ്രോഗ്രാം നിർത്തൂല. എന്തായാലും വടം വലിച്ച് ഞങ്ങൾ കപ്പ് കൊണ്ട് ഇവിടുന്ന് പോവുള്ളൂ. ഒരു കൊല പഴാണ്. പൊളിമൂട് ഇവിടെ ഒരു കൊല പഴം കൊണ്ട് ഇവിടുന്ന് പോവുള്ളൂ. കറണ്ട് വന്നാലും വന്നില്ലെങ്കിലും കൊല പഴം ഞങ്ങൾ കൊണ്ടുപോയിരിക്കും. അടിച്ചിരിക്കും ഞങ്ങള്. അതാണ് നമ്മളെ ആവേശം.
കപ്പടിച്ച ടീമിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ടീം. അപ്പുറത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഷാമിലിൻ്റെ നേതൃത്വത്തിൽ ആദ്യ മത്സരത്തിൽ ഷാമിലിൻ്റെ ടീം വലിച്ചിട്ടൊക്കെയാണ്. രണ്ടാം മത്സരം ഇത് ആരംഭിക്കുകയാണ്. സ്റ്റാർട്ട് ആയിക്കാണ്. ഇതാ ആവേശം തരം നിൽക്കുന്ന കളി. ഇതാ ഷാമിൽ മുഴുവൻ കരുത്തും ഉപയോഗിച്ച് ഇവിടെ വലിക്കുമ്പോൾ വടമൊന്ന് അനങ്ങിയിട്ട് പോലില്ല ഗൈസ്. ഇത് അവിടെ സഞ്ജുവിന്റെ നേതൃത്വത്തിൽ ശക്തമായി അതിന് പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വട അനങ്ങിയിട്ടില്ല ഗൈസ്, വട അനങ്ങിയിട്ടില്ല. ഷാമിൽ ഇവിടെ പ്രതിരോധം തീർക്കുമ്പോൾ ഇപ്പുറത്ത് സഞ്ജു ഇതാ ഇവിടെ വടം ഇതിലെ കയ്യിൽ നിന്ന് മിസ്സാവുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതാ ആവേശകരമായ മത്സരത്തില് രണ്ടാം മത്സരത്തിൽ സഞ്ജുവിന്റെ ടീമും ജയിച്ചിരിക്കുകയാണ്. 1-1 ഇപ്പൊ നില. ഇവരുടെ പ്ലാനിങ്ങും എല്ലാതും ഇവിടെ വിജയിച്ച കാഴ്ചയാണ് കാണുന്നത്. ഒരു സൈഡില് ആദ്യ മത്സരത്തിൽ ഷാമിലിന്റെ ടീം ജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ സഞ്ജുവിന്റെ ടീം ജയിച്ചിരിക്കുകയാണ്. ഇനി ഫൈനലിലേക്കാണ് ഈ മത്സരം പോകുന്നത്. കോർട്ട് ഏതിനാണ് എന്നുള്ള ട്രയൽ നടക്കുന്നത്. ഗ്രൗണ്ടിന്റെ ആനുകൂല്യം ഈ ഭാഗത്തേക്ക് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം രണ്ട് ടീമും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുമ്പോൾ ഈ ഒരു സൈഡിലാണ് മത്സരം വിജയിച്ചിട്ടുള്ളത്. തന്ത്രങ്ങൾ ഇവിടെ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും രണ്ടാം മത്സരം പിടിച്ചെടുത്തിക്കാണ്. അപ്പോൾ ആ വിജയത്തിൻ്റെ ആവേശത്തിലാണ് ഈ ടീമുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിജയത്തിൻ്റെ ആവേശം ഉണ്ടെന്ന് മാത്രമല്ല ഇവർക്ക് ഈ ഗ്രൗണ്ടിൻ്റെ അനുകൂലം കൂടി കിട്ടാൻ പോവാണ്. മാവേലിയുടെ ഒരു ഐശ്വര്യമാണ് തോന്നുന്നു വിജയം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുറച്ച് മേലുണ്ട് പേരെ പറ്റിയാൽ മനസ്സിലാവുള്ളൂ ഇത് എന്താ സാധനം. എന്തായാലും നമ്മൾ വലിച്ചെടുക്കും. എന്തായാലും നമ്മൾ വലിച്ചെടുക്കും. മത്സരം ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞ അതേ മത്സരത്തിൻ്റെ ഫൈനലാണ് നടക്കുന്നത്. ഓക്കെ, സഞ്ജു ഈ ഭാഗത്തും ഷാമിൽ ഈ ഭാഗത്തും. സൈഡിൽ മോഹനന്റെ നേതൃത്വത്തിലുള്ള ടീമും മറു സൈഡിൽ സഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു ടീമും. ആവേശകരമായ മത്സരം നമുക്ക് മുമ്പിൽ അരങ്ങേറുകയാണ്, ആറാടുകയാണ്. ആവേശകരമായ മാവേലിയുടെ നേതൃത്വത്തിലുള്ള മത്സരം നമ്മുടെ മുന്നിൽ അരങ്ങേറുകയാണ്. ഗൈസ് നമ്മള് ജയിച്ചു. നമ്മൾ അടിപൊളിയായി ജയിച്ചിരിക്കുകയാണ് ഗൈസ്. കണ്ടോളി സൂപ്പർ. എല്ലാരും അടിപൊളിയായി കളിച്ചു. ഇതാണ് ഒരു സൈഡില് വലിക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സഞ്ജുവിന്റെ നേതൃത്വത്തിൽ അവര് സെറ്റായി. ഈ നിമിഷത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വലി കിട്ടി വലി കിട്ടി
എടാ ആരെ കാലിച്ചോടുത്ത് കള്ളക്കളി ഉണ്ട് അപ്പീൽ ഇല്ല ഇല്ല എന്താണ് നവാസ് എന്താ പ്രശ്നം എന്താണ് വെറുതെ ഓല് തോറ്റക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കണം. മെല്ലെ 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 സഞ്ജ ഉടല്ല ഉടല്ല സഞ്ജ ഉടല്ല ഉടല്ല സഞ്ജ ഉടല്ല ഉടല്ല ഉടല്ലേ 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 എന്തിനാണ് ഇവരെന്തിനാണ് ഈ തല്ലിടുന്നത്? ഒരു കൊലയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത്ര ചീപ്പ് ഗെയിം? എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും നമ്മളെ ഫിറ്റ് ആൻഡ് ഫൈൻ്റെ പേരിൽ എന്റെ പേരിലും 1000 നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇന്നത്തെ ഈ അവസാനത്തെ ഈ വടംവലി മാമാങ്കത്തില് വിജയികളായിക്കൊണ്ട് 2ാം സ്ഥാനം നേടിക്കൊണ്ട് നമ്മളെ മോനുട്ടനും സംഘവും ഗൈസ് അപ്പൊ നമ്മളെ ഇന്നത്തെ ഓണപരിപാടി ഇവിടെ അവസാനിക്കാണ്. ഏറെക്കുറെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. തെറ്റായില്ലേ? അപ്പോൾ വടംവലി ടീമിലേക്ക് അടിച്ചു മാറ്റിയതാണ്. നമ്മുടെ ടീം തോറ്റപ്പോൾ നമ്മൾ ഒപ്പം പോയി കോച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ഓണാഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മള് പുതിയൊരു കണ്ടന്റ് ആയിട്ട് പുതിയൊരു വീഡിയോയില് പുതിയൊരു വേഷത്തില് പുതിയൊരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. നമ്മളെ ക്യാമറ ഓഫായി. അപ്പോൾ പിന്നെ നമ്മൾ വേറൊരു ഫോണിലാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഉച്ചക്ക് തുടങ്ങിയ ഷൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളെ ക്യാമറ ഓഫായി. ക്യാമറ ചാർജ് കഴിഞ്ഞു. അതുകൊണ്ട് സൗണ്ടും ക്ലിയർ ഉണ്ടാവില്ല, വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങൾ കരുതിയിട്ട് വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.